Teddy. 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 Oh. Girita. Teddy കരഞ്ഞോ? കണ്ണൊക്കെ ചോന്നല്ലോ. മിസ്റ്റീറൊക്കെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരില്ലേ? ഹലോ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അപ്പോൾ നമ്മളന്ന് ടെഡീൻ്റെ സ്റ്റോറിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ടെഡീനെ പറ്റി ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വേണുഗോപാല സ്വാമി ടെമ്പിളിലേക്ക് പോയി മൈസൂർ ത്രൂ ഗുണ്ടൽപേട്ടിലേക്ക് വന്നു. ഗുണ്ടൽപേട്ടിലാണ് എൻ്റെ ഏട്ടൻ്റെ ഫാമിലാണ് ടെഡി ഉള്ളത്. അപ്പോൾ ടെഡീൻ്റെ സ്റ്റോറിയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ ഒരു മെയിൻ ട്രിപ്പിന് കാരണം തന്നെ ടെഡി ആയിരുന്നു. ടെഡീനെ കാണാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അപ്പോൾ നിങ്ങൾ വേണുഗോപാല സ്വാമി ടെമ്പിളിൽ നിന്ന് മൈസൂർ ത്രൂ ഗുണ്ടൽപേട്ടിലേക്ക് വന്നു. അന്ന് 5:30 6:30 ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു ഫാമിലേക്ക് തൊട്ടടുത്തായിരുന്നു ഫാം കേട്ടോ. അതിലേക്ക് വന്നപ്പോൾ ഒരു 5 to 10 minutes ആയിരുന്നു മെയിൻ ഗുണ്ടൽപേട്ടിൽ നിന്ന് ഇതിലേക്കുള്ളത്, ഈ റിസോർട്ടിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ തന്നെ രാത്രിയായപ്പം ഇരുട് പിടിച്ചതുകൊണ്ട് തന്നെ അവനെ മെയിനായിട്ട് പുറത്തേക്ക് ഇറക്കാനും കാണാനൊക്കെ അവിടെ വെളിച്ചത്തിനൊക്കെ കുറവുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു നെക്സ്റ്റ് ഡേ മോർണിംഗ് വരാം. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ തന്നെ ഞങ്ങൾ ഇന്ന് ഊട്ടിയിലേക്ക് പോവും. ഊട്ടിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ അവനായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോവാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആഫ്റ്റർ ഞങ്ങൾക്ക് തോന്നുന്നു ഒരു 8 മാസത്തിന് ശേഷം ആണ് ടെഡിനെ ഞങ്ങൾ കാണാൻ പോകുന്നത്. ഇന്നലത്തെ രാത്രിത്തെ ഫസ്റ്റ് സീനാണ് അത് കണ്ടത്. അപ്പം നോക്കാം ടെഡീൻ്റെ ഉള്ളിൽ അവൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളത്, ഇവർ തമ്മിൽ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ടെഡി 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 കുട്ടാ, ടെഡി 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 മറ്റേതൊക്കെ കടിക്കൂലേ? ബിസ്ക്കറ്റ് വേണോ ടെഡിക്ക്? ബിസ്ക്കറ്റ് വേണോ? ഇങ്ങനെ തന്നെ എന്നാലും ഞാൻ ഒരു ചൂടുക്കല്ലേ പണ്ടത്തെ സ്വഭാവം. ഗുഡ് ബോയ്. ഇല്ല, ജൂൻ്റെ കയ്യിലെത്തിയപ്പോൾ അവൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം നല്ല അനുസരണയുള്ള കുട്ടി ആയിട്ടാണ് അവൻ നടക്കുന്നതൊക്കെ. ഇവൻ്റെ ഒരു ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെയേ അല്ലായിരുന്നു. ഇവൻ ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ചൊന്ന് കാം ആൻഡ് ക്വയറ്റായത്. കാരണം ഭയങ്കര ഒരു വികൃതി കുട്ടനായിരുന്നു അവൻ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര പെട്ടായിരുന്നു അവൻ. ഇവൻ സൈസിൽ വളരെ വലുതാണെങ്കിലും ഇവൻ്റെ മനസ്സ് ഭയങ്കര ചെറിയ കുട്ടികളെ പോലെ കേട്ടോ. നമ്മളെ വീട്ടിൽ വേറെ ഒരു ഡോഗ് ഉണ്ട്, ലാസാപ്സോ ബ്രൂണോ ഇവനേക്കാളും എനിക്ക് തോന്നുന്നു 3-4 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. ബ്രൂണോ ലാസാപ്സോ ബ്രീഡ് ആയതുകൊണ്ട് കാണാൻ ചെറുതാണ്, പക്ഷേ ബ്രൂണോനേക്കാളും
അത്രയും വർഷം നിന്ന ബ്രൂണോനെക്കാട്ടും അച്ഛനോടും അമ്മേനോടും ഒക്കെ ഭയങ്കര സ്നേഹക്കൂടുതൽ കാണിച്ചത് ഇവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനെ ഇവിടേക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ വെറുതെ ഇരിക്കാൻ അവൻ സമ്മതിക്കാറില്ലായിരുന്നു. ഭയങ്കര വികൃതി, നോട്ടി എന്ന് തന്നെ പറയാം. ഇവനെ ശരിക്കും നമുക്ക് കിട്ടുന്നത് ഒരു 3 months 2023 മാർച്ചിലാണ്. അന്ന് അവന് 3 monthsേ ഉള്ളൂ. അന്ന് ഭയങ്കര ചെറുതാണ്, 3 or 2 months ഉള്ളൂ ആ സമയത്ത്. അപ്പം നമ്മളൊരു മലപ്പുറത്തുള്ള ഏതൊരു വീട്ടിൽ പോയിട്ടാണ് അവനെ എടുത്തിട്ടുള്ളത്. അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം 2 months ആണ്. അപ്പോൾ എല്ലാത്തിൻ്റെ കഴുത്തിൽ പല കളറിലുള്ള റിബൺസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലൂ, ഓറഞ്ച് ഒക്കെ. അപ്പോൾ ഇവൻ്റെ കഴുത്തിൽ ഓറഞ്ച് റിബണായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡിന് എന്നോട് പറഞ്ഞു, നമുക്കിതിലുള്ള ഏറ്റവും വികൃതി അത് കണ്ടില്ലേ, അവനാണ് ഇതിൽ ഏറ്റവും ഓടി കളിക്കുന്ന ആളെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ടെഡീനെ ചൂസ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ടെഡീൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ടെഡീൻ്റെ ഫാദർ ചാമ്പ്യനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ലാബിൻ്റെ ശരിക്കും ഇതിലെനിക്ക് എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല. പിന്നെ ഹെഡൊക്കെ നല്ല വലിയ സൈസ് ഹെഡാണ് ഉള്ളത്. മെയിലാണ് ടെഡി. അപ്പോൾ ഇതൊരു ചാമ്പ്യൻ്റെ മോനാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിനെ ചൂസ് ചെയ്ത്. ജൂനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തതാണ്. അവനെ നമ്മൾ ലൈഫിലേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ പല സാഹചര്യം കൊണ്ട് നമുക്ക് അവനെ എൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് തന്നെയാണ് കൊടുത്തത്. എൻ്റെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ബ്രദറിൻ്റെ അടുത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഉള്ളൊരു സമാധാനം മാത്രമേ ഉള്ളൂ. നമുക്കെപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. അങ്ങനെ ഈ ഞങ്ങൾ ബാംഗ്ലൂരേക്ക് വന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും അവർ നോക്കുന്നുണ്ട്. അവർ മാക്സിമം അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെക്കാട്ടും കൂടുതൽ അവരെ കെയർ ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതൊക്കെ അവർ തന്നെയാണ്. പക്ഷേ നമുക്കൊരു പേടി, കാരണം എന്താ വെച്ചാൽ ഇവൻ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ അച്ഛനെയും വലിച്ചുകൊണ്ട് ഇവൻ പോവും. അച്ഛനാണ് അവനെ ഇതാക്കുന്നത്. അപ്പോൾ അച്ഛൻ ഏജ് ആയതാണ്, 70 years ആയ അച്ഛൻ. അപ്പം അവിടെ എവിടെയും വീഗോ അങ്ങനെയൊക്കെ ഒരു പേടി കൊണ്ടാണ്. പിന്നെ ഇവനാണെങ്കിൽ ഭയങ്കര വികൃതിയാണ്. ഈ കാണുന്ന ടെഡിയേ ഇല്ല, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുകയില്ല. അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, അമ്മയാണ് ഫുഡ് കൊടുക്കുന്ന ആൾ. അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ബ്രൂണോ ഉണ്ട്. ബ്രൂണോ വീട്ടിൽ ലാസാപ്സുമാണ്. അവന് 4 വയസ്സാണ്. പക്ഷെ അവനേക്കാളും സ്നേഹം ഇവനായിട്ട് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും. അങ്ങനെ ഒരു വികൃതിക്കുട്ടനാണ്. അങ്ങനെ 2 മാസത്തിലുള്ളപ്പോഴാണ് തോന്നുന്നു ഇവനെ കയ്യിൽ കിട്ടുന്നത്. 2023 മാർച്ചിലാണ് ഇവൻ ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, മാർച്ച് ലാസ്റ്റ്. അങ്ങനെ ഏപ്രിലിൽ ഫുൾ ചെറിയ കുട്ടിയല്ലേ, അപ്പം നമ്മൾ കൂടെ മുകളിൽ തന്നെയാണ് കിടത്താറുണ്ടായിരുന്നത് റൂമിൽ. അപ്പം ഒന്നും ഉറങ്ങുകയില്ല. ആ സമയത്തൊക്കെ ജുബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണി വരെ ഉറങ്ങാതെ കിടക്കും. കാരണം ഇവൻ ഉറങ്ങില്ല. ഇവൻ ചിലപ്പോൾ രാവിലെയൊക്കെ കിടന്നുറങ്ങുള്ളൂ. അങ്ങനെ ഒരു നോട്ടിക്കുട്ടനാണിത്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ ആയിട്ടാണ് പോയത്. ഇത് അവനായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഏട്ടനാട്ടോ. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവനെ മേയ്ക്കാൻ, നിങ്ങളെ തിരിച്ച് കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവനിപ്പോൾ ഇത്ര അടങ്ങി നിൽക്കുന്നത്. അവർ നോക്കി അവനെ കൂട്ടിലൊക്കെ ഇട്ട് അവരുടേതായ രീതിയിൽ നോക്കിയതിന് ശേഷമാണ് ഇവൻ ഇങ്ങനെ ഇത്ര കാമായത്. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, ഇവന് കുറേ സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്ലൈമറ്റും നല്ല ക്ലൈമറ്റാണ് ഇവിടെ. നാട്ടിലത്ര ചൂടൊന്നുമില്ല. അപ്പോൾ ഇവൻ ഇവിടെ ശരിക്കും ഹാപ്പിയാണെന്നുള്ളത് നമുക്ക് മനസ്സുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുള്ളത്. അത്രയും ഞങ്ങളും ഹാപ്പി ആയിരുന്നു. കാരണം വെച്ചാൽ അവൻ ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ വിട്ടു പോകുന്നതിന് സാധാരണ ഞങ്ങൾ വിട്ടു പോകുമ്പോൾ അവന് ഭയങ്കര സങ്കടമാണ് വീട്ടിലില്ലപ്പോൾ. പക്ഷേ ഇത് അവന് അത്ര അന്നത്തെ പോലത്തെ സങ്കടമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ അവനോട് ടാറ്റ ബൈ ബൈ സീ യു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോരുമായിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് ഹാപ്പി ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ സേഫ് സോണിൽ തന്നെയാണ് ടെഡി ഇരിക്കുന്നതും. അവൻ്റെ ക്ലൈമറ്റ് ആണെങ്കിലും എല്ലാം അവന് സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെ ഞങ്ങളെ ഏൽപ്പിച്ചുള്ളത്. അപ്പം ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ടെഡീനെ വന്ന് കാണാൻ പറ്റും. കാരണം എൻ്റെ ഏട്ടൻ്റെ ഫാം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഈ ചേട്ടൻ
ഇവിടെ നോക്കി നടത്തുന്ന ആളാട്ടോ ചേട്ടൻ. ഞങ്ങൾക്ക് എല്ലാം കവറിലാക്കി തന്നു. അവരെ ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവന് ഇവിടെ ഇഷ്ടപ്പെടാനുള്ള വേറൊരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് വേറെയും കുറേ ഡോഗ്സ് ഉണ്ട് ഇവിടെ, ഡോബർമാനൊക്കെ. അത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. കുറച്ച് 2-3 പേര് വേറെയും ഉണ്ട് അവിടെ. അതുകൊണ്ടൊക്കെയാണ് അവൻ അവിടെ ഹാപ്പി. ഇവിടെ ഉണ്ടായിരുന്ന ടെഡ്ഡി, നാട്ടിലുണ്ടായിരുന്ന ടെഡ്ഡി എങ്ങനെയാണ് ഞങ്ങളെ വീട്ടിൽ വികൃതി കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളതിൻ്റെ പഴയ എൻ്റെ ഫോണിലുണ്ടായിരുന്ന കുറച്ച് വീഡിയോസ് ആട്ടോ അത്. അമ്മേൻ്റെ കൂടെ ഫുൾ വികൃതിയാണ്, ചട്ടിയൊക്കെ പൊട്ടിക്കും. പിന്നെ ഞങ്ങളിടയ്ക്ക് ചക്കക്കള്ള എന്നാണ് ഇവനെ വിളിക്കാറ്. കാരണം ചക്ക ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പോൾ ഈ ചക്ക ബാക്കിലിട്ടും അമ്മയ്ക്ക് വേസ്റ്റ് ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ആ മടലും കൊണ്ടിട്ട്, ചക്കേൻ്റെ മടലെന്നാണ് നമ്മൾ പറയാറ്, അതും കൊണ്ട് അവൻ ഓടിക്കളിക്കും. അങ്ങനെ ഒരു വികൃതി കുട്ടനാണ്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അവന് 6 months 5 months ഇല്ലപ്പോൾ എല്ലാം വലുപ്പമാണ്. അത് നമ്മളെ വീട്ടിൽ നിന്ന് ഓടിക്കളിക്കുന്ന ഒരു വീഡിയോ ആണ്, അതെൻ്റെ ഫോണിലുണ്ടായിരുന്നതാണ്. ഇങ്ങനെയുള്ള ടെഡ്ഡി ആയിരുന്നു അത്. അതേപോലെ ഡ്രസ്സൊക്കെ എൻ്റെ ഡ്രസ്സൊക്കെ ഒരുപാട് ഇവൻ ചെറുതാകുമ്പം കീറിക്കളയും എല്ലാം. ഒരു ഡ്രസ്സ് ഇവൻ്റെ അടുത്ത് ഇട്ട് പോകാൻ പറ്റില്ല, എല്ലാം കീറിയെന്ന് കടിച്ച് കീറും. പക്ഷേ ഭയങ്കര ചെറുതാകുമ്പം പെയിൻഫുള്ളായിട്ടൊക്കെ കടിക്കുന്നു. പക്ഷെ ചോര പൊടിക്കുന്ന രീതിയിലൊന്നും അവൻ കടിക്കാറില്ല. ആരെയും അവന് പേടിയില്ലായിരുന്നു കേട്ടോ. പിന്നെയും പേടി ഉണ്ടായിരുന്നത് അച്ഛനെ മാത്രമാണ് കേട്ടോ. അച്ഛനെ പേടിയാണ്. അതേപോലെ ഹസ്ബൻഡിനെ പേടിയില്ല, എന്നെ പേടിയില്ല. അമ്മേനെ പിന്നെയും ചെറുതായിട്ടൊരു പേടി. അമ്മ വടിയെടുത്ത് കാണിക്കുമ്പോൾ ചെറുതായിട്ട് പേടി. പക്ഷെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് അവന്. കണ്ടല്ലോ വികൃതിക്കുട്ടൻ, അന്നും ഇന്നും അല്ലത്. ഇവൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.